കാളികാവിന്റെ വ്യാപാര മേഖലയിൽ പതിറ്റാണ്ടുകളുടെ വിശ്വാസ്യതയും ഉപഭോക്താക്കളുടെ പിന്തുണയും ആർജിച്ച മോളൂട്ടി ഫാൻസി എന്ന സ്ഥാപനം വിശാലമായ ഷോറൂമിൽ പ്രവർത്തനം തുടങ്ങി. മങ്കുണ്ടിലെ സെഞ്ചുറി ഓട്ടോ ലാൻഡിന് സമീപത്തേക്ക് മാറ്റി പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം മോളൂട്ടി ഗ്രൂപ്പ് MD നിസാമിന്റെ പിതാവ് പുലത്ത് ഹംസയും മാതാവും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന വാർഡ് മെമ്പർ MK ഷിഹാബ് കുറുങ്കാട്ടിൽ ഹംസയ്ക്ക് നൽകി നിർവഹിച്ചു. ഉപഭോക്താക്കളുടെ മനം കുളിരുന്ന ഫാൻസി ഐറ്റംസുകളുടെയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെയും വിശാലമായ കളക്ഷനുകൾ മോളൂട്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. മോളൂട്ടി ഗ്രൂപ്പിന്റെ പ്രഥമ സംരംഭങ്ങളിലൊന്നായ മോളൂട്ടി ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് സ്ഥാപനം കാളികാവിലെ തന്നെ ആദ്യ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് സ്ഥാപനങ്ങളിലൊന്നാണ്. മയൂരി ഗോൾഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമാണ് മങ്കുണ്ടിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഉപഭോക്താക്കളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഗോൾഡ് കവറിംഗ് ആഭരണ രംഗത്ത് പുത്തൻ ട്രെൻഡുകളുടെ ഏറ്റവും വിശാലമായ കളക്ഷനുകളുണ്ട്. ഫാൻസി വിഭാഗത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ എല്ലാ ആഭരണങ്ങളും ലഭ്യമാണ്. പൌരുഷത്തിന്റെ പ്രൌഢിയുമായി വാച്ചുകളുടെ സെക്ഷനും മോളൂട്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കല്യാണ ആവശ്യങ്ങൾക്കുള്ള ആഭരണങ്ങൾ വാടകയ്ക്കും ലഭ്യമാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുടെയും ഗിഫ്റ്റുകളുടെയും വിശാലമായ കളക്ഷനുകളടക്കം അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും മോളൂട്ടി ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് സ്ഥാപനം മങ്കുണ്ടിൽ സജ്ജമാണ്. സഹോദര സ്ഥാപനങ്ങളായ സെഞ്ചുറി ഓട്ടോ ലാൻഡും മോളൂട്ടി ഹോം നീഡ്സ് ആൻഡ് ഗിഫ്റ്റ്സും ഇപ്പോൾ മോളൂട്ടി ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് സ്ഥാപനങ്ങളും മങ്കുണ്ടിനെ കൂടി മനോഹരമാക്കി. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുന്നതോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യങ്ങളും പ്രത്യേകതയാണ്. ഗൃഹോപകരണങ്ങളും ഗിഫ്റ്റുകളുമായി മോളൂട്ടി ഹോം നീഡ്സും ഫാൻസിയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും മോളൂട്ടി ഫാൻസിയും ഇതിനോടകം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്ഥാപനമായി വളർന്നിട്ടുണ്ട്. മോളൂട്ടി ഗ്രൂപ്പിന്റെ MD നിസാം സെഞ്ചുറി, നിശാന്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് CH ഫൈസൽ, ജില്ലാ സെക്രട്ടറി CB വയലിൽ, എറമ്പത്ത് കരീം, നൌഷാദ് ഫേമസ്, ഗഫൂർ മാളിയേക്കൽ, KV ഹരീഷ്, OK മുസ്തഫ, ജിജോ ബേബി തുടങ്ങിയവരും ബന്ധുമിത്രാദികളും സംബന്ധിച്ചു. ബിസിനസ് ഡെസ്ക്, W വിഷൻ ന്യൂസ്.